ഇതു ജീവിതം ജനിമൃതികൾക്കിടയിൽ ഒരു കീടകം ഇവിടെ മാനവരാണധികം വഴി വീണവരും സുലഭം നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ആട്ടവും പാട്ടും രസകരമായ കാഴ്ചകളുമൊക്കെയായിരുന്നു ഒരു കാലത്ത് നമുക്ക് പ്രിയം. പക്ഷേ ഇന്ന് നമ്മുടെ അഭിരുചി മാറി. അന്യരുടെ പ്രാണവേദനയും അയൽക്കാരൻ്റെ അടുക്കള രഹസ്യമൊക്കെയായി നമുക്ക് ഹരം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഓരോ ജീവിതങ്ങളും വേറിട്ട കാഴ്ചകളായി കാണാവുന്നവയല്ല, കൗതുകകരവുമല്ല. ദുഃഖവും വിഷമവും വൈരാഗ്യവുമൊക്കെയാണ്. അതും രസിക്കുന്ന കാഴ്ചയായി കാണാതെ എന്നെങ്കിലും ഒരിക്കൽ നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ സംഭവിക്കാവുന്ന പച്ചയായ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി കാണുക, വിലയിരുത്തുക. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എൻ്റെ നമസ്കാരം. ഇന്ന് ജീവിതം സാക്ഷിയിലെത്തിയിരിക്കുന്നത് വളരെ വിചിത്രവും ദുഃഖകരവുമായ ഒരു കേസാണ്. ഇതുവരെ ജീവിതം സാക്ഷിയിൽ ഇങ്ങനൊരു പരാതിയുമായി ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. കൊല്ലം പെരുമൺ സ്വദേശിയായ അംബികയാണ് പരാതിക്കാരി. 28 വർഷക്കാലം കർണാടകയിലെ ഷിമോഗയിലും ഇപ്പോൾ മൈസൂരിലും താമസിക്കുന്നു. നമുക്ക് അംബികയെ പരിചയപ്പെടാം. അംബിക വരൂ. ആദ്യം നമുക്ക് അംബികയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു പ്രൊഫൈൽ. തിരയൊടുങ്ങാത്ത ഒരു വലിയ സങ്കടക്കടലുമായാണ് കർണാടകയിലെ ഷിമോഗയിൽ നിന്നും പെരുമണ്ണുകാരി അംബിക ജീവിതം സാക്ഷിയിലെത്തിയത്. 28 വർഷത്തെ ദാമ്പത്യം സമ്മാനിച്ച തിക്താനുഭവങ്ങളുടെ തീച്ചൂളയിൽ അംബിക സ്ഫുടം ചെയ്തെടുത്തത് നിസ്സഹായതയുടെ നിരാലംബ നിമിഷങ്ങളാണ്. അത്യന്തം വികൃതമായ സത്യങ്ങൾ അംബിക അനാവരണം ചെയ്യുമ്പോൾ ഇങ്ങനെയും ഒരു ജീവിത പങ്കാളി ഉണ്ടാകുമോ എന്ന് ജീവിതം സാക്ഷിയുടെ സ്ത്രീ പ്രേക്ഷകർക്ക് സംശയം തോന്നുന്നുവെങ്കിൽ അത് തീർത്തും സ്വാഭാവികം മാത്രം. അംബികയുടെയും ധർമ്മരാജന്റെയും സംഘർഷാത്മകമായ ജീവിതകഥയിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങളുണ്ട്. പ്രേക്ഷകർ സദയം ക്ഷമിക്കുക. എന്തെന്നാൽ പലപ്പോഴും കഥയേക്കാൾ വിചിത്രമാണ് ജീവിതം. പറഞ്ഞോളൂ അംബിക. എൻ്റെ കല്യാണം, ഞാൻ പെരുമൺ സ്വദേശിയാണ്. അച്ഛനെതിരായിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുക, അല്ലെ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുക, ഒന്നും ചെയ്യത്തില്ല. മൂത്ത സഹോദരനും. അങ്ങനെ കല്യാണം കഴിച്ച് അവിടെ ചെന്നിട്ട് അന്നത്തെ ദിവസം രാത്രിയായി. എൻ്റെ അടുത്തൊന്നും വേണ്ട, ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് അവിടെ നിന്ന് വന്ന തമിഴരുമായിട്ട് അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നതല്ലാതെ എന്നോടൊന്നും സംസാരിക്കുകയോ ഒന്നും പറയുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയായി, ഏകദേശം ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങി. എനിക്ക് എവിടെ കിടന്നുറങ്ങണമെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ ഇറമ്പയിൽ അങ്ങ് ഇരുന്നപ്പോൾ ഇവരുടെ രണ്ടാമത്തെ സഹോദരി എന്ന് പറഞ്ഞ് ഇതോ അതിനകത്തോട്ട് പോയി കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിൽ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ബാക്കിലൊരു ചെറിയ ഇങ്ങനെ ചായ്പ് പോലെ ഉണ്ട്. അതിനകത്തോട്ട് കാണിച്ച് ഞാൻ അവിടെ പോയപ്പോൾ മൊത്തം ഇരുട്ട് മുറിയാണ്. അവിടെ മണ്ണനോളക്ക് പോലും ഇല്ല, ഒരു കട്ടിൽ മാത്രം അവിടെ ഉണ്ട്. ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ പുള്ളി വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ് വന്ന് കഥ അടച്ച്, ഒരു മണ്ണനോളക്കും ഇല്ല, ഒന്നുമില്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കിടന്നു പറഞ്ഞു. ഞാൻ കിടന്നത് മാത്രമേ എനിക്കറിയാം, പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഒരു അറ്റാക്കായിരുന്നു. അത്ര എനിക്ക് എന്തോ വേണം കൂവി വിളിച്ചോ എന്തോ ചെയ്തോ ഒരു വക എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അന്ന് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം വരെ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂസ്. എനിക്ക് സന്ധ്യ ആകുമ്പം ശരീരം എല്ലാം വിറയ്ക്കുമായിരുന്നു. എന്തോ നടക്കാൻ പോന്നു, രാത്രിയിൽ എന്തോ നടക്കാൻ പോന്നു. നേരം വെളുത്തെണീക്കുമ്പോഴും നല്ല സ്നേഹം കാണിക്കുക. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത ദിവസം തന്നെ ബന്ധുക്കളെല്ലാം വന്ന് അവരെടുത്ത് നല്ലോണം സംസാരിക്കുന്നു, അവർ ഇവരെടുത്ത് സംസാരിക്കുന്നു നല്ല രീതിയിൽ. എനിക്ക് ഒന്നും പറയാനോ അല്ലെ ഞാൻ എന്താണെന്ന് ചെല്ലേ പറയേണ്ടത്. ആരോട് നിങ്ങളോടും നല്ല രീതിയിൽ എൻ്റെ നല്ല രീതിയില്ല. എൻ്റെ അടുത്ത് സംസാരിക്കുന്നു, എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, സംസാരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, വന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നു, ഒന്നും ചോദിക്കുന്നില്ല. ഞാനായിട്ട് എങ്ങനെ പോയി പറയാനാ? എനിക്കൊന്നും പറയാനുള്ള ഒരു ചാൻസ് ആരും തരുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ അത്ര ക്ലോസ് ആയിട്ടുള്ളതും ഇല്ല. ഞാൻ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ക്ലോസ്. അമ്മ എടുത്ത് പറയാൻ പറ്റുമോ? 5 ദിവസത്തിനിടയ്ക്ക് 5 ദിവസമൊക്കെ ആയപ്പം ഒരു ഇടയ്ക്ക് എപ്പോഴെങ്കിലും പകല്
എന്നെ ഉപദ്രവിക്കരുത് എന്നെങ്കിലും പറയാൻ പറ്റില്ല. എനിക്കത് ഉപദ്രവമാണോ എന്തോന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഉപദ്രവിക്കുകയാണോ അതോ എന്നോട് സ്നേഹിക്കുകയാണോ അതോ ഇതാണോ ജീവിതം, അതൊന്നും എനിക്കറിയത്തില്ല. ആദ്യത്തെ പ്രാവശ്യം ശമ്പളം വന്ന ആദ്യ മാസം ശമ്പളം വന്നപ്പോൾ ഒരു കെട്ട് നോട്ട് എൻ്റെ കൈ കൊണ്ടു തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തൊണ്ട് തല്ലിയും പിന്നെ കയറ് പിരിക്കുകയും ഒക്കെ ചെയ്യും. പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഞാനും പഠിച്ചത്. വീട്ടിൽ നല്ല ജോലി ചെയ്യണം. ആ ജോലിയുടെ പൈസയും അമ്മയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചില്ലറ വരുന്നു എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ജോലി വിട്ടിട്ട് പിന്നെ എക്സ്ട്രാ ജോലി ചെയ്യണം. ഇപ്പോൾ 200 രൂപയോളം നമ്മൾ ഒരു ദിവസം തല്ലിയാൽ അതിൻ്റെ കൂടെ 100 എക്സ്ട്രാ തല്ല, അത് അച്ഛൻ അറിയാതെ 200 രൂപയോളം അച്ഛൻ്റെ കണക്ക്, പിന്നെ 100 എക്സ്ട്രാ തല്ലിയിട്ട് കൂടെ ജോലിക്ക് വരുന്നവരുടെ കണക്ക് പറഞ്ഞിട്ടാണ് ആ പൈസ മേടിക്കുന്നത്. അതാ നമ്മുടെ ചിലവിനുള്ള പൈസ, അത് അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പൈസ ഒന്നും കൈകാര്യം ചെയ്തിട്ടില്ല. എന്തെങ്കിലും കോളേജിൽ വയ്ക്കുകയോ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ തന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. അത് കാരണം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ ഈ പൈസ വേണ്ട, എനിക്കിത് വെച്ചിരുന്ന എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ചേട്ടൻ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ വിളക്കിൻ്റെ അടുത്ത് വെച്ച് തൊഴുതിട്ട് പൈസ അങ്ങ് കൈ കൊടുത്ത്. അന്ന് കണ്ട പൈസ പിന്നെ ഞാനിപ്പോൾ ഒരു 5 വർഷം കൊണ്ടാണ് പിന്നെ ഞാൻ കാണാൻ തുടങ്ങുന്നത്. എത്ര രൂപ കിട്ടുമെന്നുള്ളതൊന്നും പറയത്തില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ജോലിക്ക് വിടത്തില്ല, തയ്യൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതോ? എന്തുവാ തയ്യലോ? ഇല്ല, തയ്യൽ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് തയ്യൽ അറിയത്തില്ല. ചുമ്മാതെ എനിക്ക് വീട്ടിൽ മേടിക്കുന്ന തുണികൾ ഞാൻ തയ്ക്കും, ആരെങ്കിലും കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കും, ഞാൻ തയ്ക്കും, അത്രേ ഉള്ളൂ. വീട്ടിൽ തന്നെ പുറത്ത് എവിടെയും ഞാൻ തയ്യൽ പഠിക്കാൻ പോയില്ല. നല്ല 1ാം തരം തയ്യൽക്കാരി ആയതിനു ശേഷം ആ തയ്യലിനകത്ത് എനിക്ക് മുമ്പോട്ട് പോകണം. പിന്നെ കുട്ടി ആരെങ്കിലുമൊക്കെ വേറെ ആരെങ്കിലും കൂലിക്ക് വെച്ച് ആളിനെ ചെയ്യിക്കണമെന്ന് വെച്ചാൽ അതൊന്നും വിടത്തില്ല. ഞാൻ തനിയെ തയ്ക്കണം. എന്നിട്ട് അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു തരും, അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ചെയ്യും. പിന്നെ അങ്ങ് തയ്യലേ തന്നെ. തയ്യലിനകത്ത് വരുമാനം തുടങ്ങിയപ്പോൾ തന്നെ ഈ ലൈനിങ് തുണി ഫാൾസൊക്കെ മേടിക്കുന്ന കടക്കാർ തന്നെ പറഞ്ഞ്, നിങ്ങൾ ഒരാളെ കൂലിക്ക് വിളിക്കും, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും തുണി തയ്ക്കാൻ പറ്റത്തില്ല, കൂലിക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ വർഷമായി. അപ്പോൾ ഒരു നല്ല സഹകരണം ഉണ്ടായിരുന്നു. അടുക്കളയിൽ പാചകം ചെയ്തെല്ലാം തരും എനിക്ക്, ഞാൻ തയ്ക്കണം.